ഹലോ നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 65 വയസ്സിന് മുകളിലുള്ള സീനിയേഴ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് ഒരു 3 വർക്കൗട്ടുകളാണ്. ഓക്കെ, നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒരു 3 വർക്കൗട്ടുകൾ. നിങ്ങൾക്ക് ഇത് ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 4 ദിവസമോ ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. അപ്പം കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, വ്യായാമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വ്യായാമങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങളുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഈ എക്സസൈസുകൾ ചെയ്യേണ്ടതെന്ന്. അപ്പം ആദ്യത്തെ എക്സസൈസ്, ഈ 3 വ്യായാമങ്ങൾ നിങ്ങൾ ഒരു കസേരയിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ കസേരയിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ നട്ടെല്ലൊക്കെ നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. നിങ്ങളുടെ കൈകൾ ഇതേപോലെ നിങ്ങൾക്ക് ചെയറിൽ പിടിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ ഇതേപോലെ മുകളിലോട്ട് ഉയർത്തുക. ഓക്കെ, ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലോട്ട് ഉയർത്തുക. ഉയർത്തിയിട്ട് ഒരു 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം വളരെ സാവധാനത്തിൽ താഴോട്ട് കൊണ്ടുവരിക. പഴയ പൊസിഷൻ. വീണ്ടും നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുക. ഒരു 3 സെക്കൻഡ് ഇതേപോലെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. സാവധാനം താഴോട്ട് കൊണ്ടുവരിക. 3, 4. ഓക്കെ, ഒരു കാലിൽ നിങ്ങൾക്ക് ഒരു 15 റെപ്പിറ്റേഷൻ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു എക്സസൈസിന്റെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ തുടകളുടെ ആ ഒരു ഭാഗം നല്ല രീതിയിൽ സ്ട്രെങ്ത് ആക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ മുട്ടുവേദന, ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പ്രായമായി വരുന്നതോറും നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പല ആൾക്കാർക്കും മുട്ടുവേദനയൊക്കെ വലിയ അസഹ്യമായിട്ടുള്ള രീതിയിൽ കാണും. അപ്പം ഈ ഒരു എക്സസൈസ് വഴി നിങ്ങളുടെ മുട്ടുവേദന നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ ഒരു വാക്കിംഗ്, നമ്മുടെ ഒരു നടത്തത്തെയൊക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് ഈ ഒരു എക്സസൈസ് സഹായിക്കും. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഇതേപോലെ കാല് ഉയർത്തുന്നു. 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു. സാവധാനം താഴ്ത്തു കൊണ്ടുവരുന്നു. 1, 2, 3. ഓക്കെ, അപ്പം ഒരു കാല് ഒരു 10 തൊട്ട് 15 റെപ്പിറ്റേഷൻ ചെയ്യുക. ഞാൻ ഈ കാണിച്ചു തരുന്ന 3 വ്യായാമങ്ങളും നിങ്ങൾ ശരിയായ രീതി തന്നെ ചെയ്യണം. ഓക്കെ, ഞാൻ അതുകൊണ്ട് വളരെ സമയമെടുത്താണ് ഈ എക്സസൈസുകൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ എക്സസൈസുകൾ ചെയ്യണം. അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവമാണ് നിങ്ങൾ ഈ വ്യായാമങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇതേപോലെ നിങ്ങൾ പിടിക്കുക. ഓക്കെ, ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നിങ്ങൾക്ക് പിടിക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പതുക്കെ സൈഡിലോട്ട് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. പൂർവ്വസ്ഥിതിയിലോട്ട് വരിക. അതിനുശേഷം അടുത്ത സൈഡിലോട്ട് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്യുക. പൂർവ്വസ്ഥിതിയിലോട്ട് വരിക. 2, 3. അപ്പോൾ ഈ ഒരു എക്സസൈസ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒബ്ലിക്സ് ഭാഗമൊക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആവും. അതേപോലെ നമുക്ക് ഈ ലോവർ ബാക്ക് പെയിൻ, ഓക്കെ, നടുവേദന ഉള്ളവർക്ക് വളരെയേറെ ആശ്വാസം കിട്ടുന്ന ഒരു എക്സസൈസ് ആണിത്. ഓക്കെ, നമ്മുടെ കോർ മസിൽസിനെയൊക്കെ നല്ല രീതിയിൽ എൻഗേജ് ആക്കാൻ പറ്റുന്ന ഒരു വ്യായാമം കൂടിയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ എക്സസൈസ് ഫോളോ ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് വലിയ ഹാർഡായിട്ട് ചെയ്യേണ്ട എക്സസൈസ് ഒന്നും അല്ലത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. കൈ ഇതേപോലെ പിടിക്കുന്നു. വശത്തോട്ട് പതുക്കെ ട്വിസ്റ്റ് ചെയ്യുന്നു. ഹോൾ. വീണ്ടും പൂർവ്വസ്ഥിതിയിലോട്ട് വന്ന് 2, 3, 4, 5. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുക. ഇനി നമുക്ക് ഫൈനൽ എക്സസൈസ് ഏതാണെന്ന് നോക്കാം. അതും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. കൈകൾ ഇതേപോലെ
നിങ്ങൾക്ക് കസേരയിൽ പിടിക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ മുകളിലോട്ട് ഇതേപോലെ ലിഫ്റ്റ് ചെയ്ത ഇതേപോലെ. ഓക്കെ, അതിനുശേഷം സാവധാനം താഴോട്ട് കൊണ്ടുവരിക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 3 സെക്കൻഡ് നിങ്ങൾ മുകളിൽ കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്യുക. ഓക്കെ, സാവധാനം താഴോട്ട് കൊണ്ടുപോവുക. ഡൗൺ. ഇതാണ് മൂന്നാമത്തെ എക്സസൈസ്. അപ്പോൾ ഈ ഒരു എക്സസൈസ് എന്നുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽ, ഓക്കെ, നമ്മുടെ തുടകളുടെ ഒരു ബാക്ക് വശത്ത് നമ്മൾ തന്നെ ഇങ്ങനെ ഉയർത്തുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ മസിൽസ് സ്ട്രോങ് ആവും. അതോടൊപ്പം തന്നെ തൈ മസിലിന് വളരെ നല്ലതാണ്. നിങ്ങളുടെ കോർ മസിൽ നല്ല രീതിയിൽ എൻഗേജഡ് ആവും. നിങ്ങളുടെ ലോവർ ബാക്ക് നല്ല രീതിയിൽ സ്ട്രെങ്ത് ആവും. ഓക്കെ, ലോവർ ബാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ നടുവ് ഭാഗം നല്ല രീതിയിൽ സ്ട്രെങ്ത് ആവും. അപ്പം സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. സ്ട്രൈറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ലിഫ്റ്റ്, സാവധാനം താഴ്ത്തു കൊണ്ടുവരിക. അപ്പം ഒരു കാലിൽ നിങ്ങൾക്ക് ഒരു 15 തൊട്ട് 20 റെപ്പിറ്റേഷൻ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ മുമ്പ് കാണിച്ചിരുന്ന എക്സസൈസ് റഷ്യൻ ടെസ്റ്റ്, അത് നിങ്ങൾക്ക് ഒരു 20ഓ 25ഓ തവണയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ഞാൻ കാണിച്ചിരുന്ന ഈ 3 എക്സസൈസുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ ഇത് പിന്തുടർന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വളരെയേറെ ഗുണങ്ങളായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ പ്രായമായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മലയാളത്തിലൊക്കെ വീഡിയോസ് ഒക്കെ വളരെ കുറവാണ്. അവരുടെ ഹെൽത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം, നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും വേണം. ഓക്കെ, അപ്പം വർക്കൗട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോ കാണുന്നത്.